My friends, എന്റെ സ്നേഹിതന്മാരെ, are you going through trouble നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുകയാണ് because of your family members, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിമിത്തം, because of the people who are working with you? നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ജനങ്ങൾ നിമിത്തം Look to Jesus. യേശുവിലേക്ക് നോക്കുവിൻ. Spend your time at the feet of God for those people who are making you suffer like that. നിങ്ങളെ ഉപദ്രവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കും. Through the fruit of the long suffering, God will bless you also and give you honor everywhere you are going through trouble right now. ദീർഘക്ഷമായെന്ന പരിശുദ്ധാത്മ ഫലത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും ദൈവം നിങ്ങളെ മാനിക്കുന്നു. My precious brothers and sisters, I greet each one of you in the name of our Lord and Savior Jesus Christ. എന്റെ വിലയേറിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹാശംസകൾ. For the past few days, we are meditating about the fruits of the Holy Spirit. കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായി പരിശുദ്ധാത്മ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ We ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. can read about it in Galatians chapter 5 verses 22 and 23. ഗലാത്യർ 5:22-23 എന്നീ വാക്യങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വായിക്കാം. The first three fruits are love, joy and peace. സ്നേഹം, സന്തോഷം, സമാധാനം, അതാണ് ആദ്യത്തെ 3 ഫലങ്ങൾ. Already we have seen about that, and now we are going to the fourth fruit, long suffering. നമ്മൾ ഈ 3 ഫലങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഫലമായ ദീർഘക്ഷമയെക്കുറിച്ച് ധ്യാനിക്കാം. Long suffering means almost like patience. ദീർഘകാലം ദുരിതം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീർഘക്ഷമ തന്നെയാണ്. Luke 21 verse 19 says, ലൂക്കോസ് 21:19 വാക്യം പറയുന്നു, by your patience possess your souls. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. This patience was seen in the Lord Jesus Christ in all his life, especially when he went through the sufferings on the cross. യേശുവിന്റെ ജീവിതത്തിലുടനീളം ഈ ക്ഷമ പ്രതിഫലിച്ചിരുന്നു, പ്രത്യേകിച്ച് ക്രൂശിലെ കഷ്ടപ്പാടുകളിലൂടെ യേശു കടന്നു പോകുമ്പോൾ. Just for us to receive the salvation, to receive blessings from the wretched life of sinful life, to come out of that and to have spiritual life. Salvation, with salvation, he gave his life on the cross and suffered so much. നമുക്ക് പാപ ജീവിതത്തിൽ നിന്ന് വിടുതൽ നേടി രക്ഷയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിക്കുന്നതിനു വേണ്ടി യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു. And secondly, what we have to do, we read it in Psalm 40 verse 1, which says, I waited patiently for the Lord, and he inclined to me and heard my cry. David writes like that. രണ്ടാമതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? സങ്കീർത്തനം 40:1 പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. Joseph's brothers were jealous of him യോസേഫിന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നിയിരുന്നു. because of the dreams he was mentioning before them. താൻ കണ്ട സ്വപ്നങ്ങൾ അവർക്ക് മുൻപിൽ അവൻ വിശദീകരിച്ചതുകൊണ്ട്. And one day his father said, Jacob said, Joseph, so many days have gone by, I don't know what they have eaten, but now you take some food and give it to them. And Joseph said, oh, I will do it. And he took all the food and he was going joyfully. ഒരു ദിവസം യാക്കോബ് യോസേഫിനോട് പറഞ്ഞു, യോസേഫേ, നിന്റെ സഹോദരന്മാർ ഇവിടെ നിന്ന് പോയിട്ട് വളരെയധികം ദിവസങ്ങളായി, നീ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ. അവൻ സന്തോഷത്തോടെ പുറപ്പെട്ടു പോയി. With all God's love, Joseph was taking this food to his brothers. ദൈവസ്നേഹത്തോടെയായിരുന്നു യോസേഫ് ഭക്ഷണ പദാർത്ഥങ്ങളുമായി സഹോദരന്മാരുടെ അരികിലേക്ക് ചെന്നത്. But you know what happened to him? എന്നാൽ അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? All his brothers joined together and said, we will kill this man, we will put him in the pit. അവന്റെ സഹോദരന്മാർ എല്ലാവരും ചേർന്ന് പറഞ്ഞു, നമുക്ക് ഇവനെ കൊന്നുകളയാം, പൊട്ടക്കുഴിയിൽ ഇട്ടുകളയാം. And they put him in a pit where there was no water. അവർ അവനെ വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കുഴിയിൽ ഇട്ടുകളഞ്ഞു. Joseph cried and cried, brothers, please save me. സഹോദരന്മാരെ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് They നിലവിളിച്ചു. didn't give ear to this voice. എന്നാൽ അവന്റെ നിലവിളി കേട്ട് അവർ ഒന്നും ചെയ്തില്ല. They just said, let him go. അവർ പറഞ്ഞു, അവൻ നശിച്ചു They പോകട്ടെ. wanted to kill him also. അവനെ കൊല്ലണമെന്നായിരുന്നു അവർ But that time വിചാരിച്ചിരുന്നത്. some people came from somewhere and they sold Joseph to those people. എന്നാൽ ആ സമയത്ത് ചിലർ ആ വഴി വന്നു, അവർ യോസെഫിനെ അവർക്ക് വിറ്റുകളഞ്ഞു. And they took him to Egypt.
അവർ അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. And they sold him to an officer of Pharaoh, Potiphar. അവർ ഫറവോന്റെ ഉദ്യോഗസ്ഥനായ പോത്തിഫറിനെ അവനെ വിറ്റുകളഞ്ഞു. And there also some trouble came. അവിടെയും അവൻ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. Because of his wife. പോത്തിഫറിന്റെ ഭാര്യ നിമിത്തം. Potiphar's wife. പോത്തിഫറിന്റെ ഭാര്യ കാരണം. She gave some wrong complaint about Joseph. അവർ യോസേഫിനെ കുറിച്ച് തെറ്റായ പരാതികൾ ബോധിപ്പിച്ചു. Because of that they put him in the jail. അക്കാരണത്താൽ അവർ യോസേഫിനെ കാരാഗൃഹത്തിൽ അടച്ചു. Oh, he suffered a lot in the jail. അവൻ കാരാഗൃഹത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു. More than 2 years. 2 വർഷത്തിലധികം. And that time ആ സമയത്ത് a miracle happened. ഒരു അത്ഭുതം സംഭവിച്ചു. God heard his cry. ദൈവം അവന്റെ നിലവിളി കേട്ടു. And he was so loving to everybody. അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. Joseph was showing his love to everybody. യോസേഫ് എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. Because of that the Lord was with him. അക്കാരണത്താൽ ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. Whatever he did, it was pleasing before the eyes of all the people. അവൻ എന്തെല്ലാം ചെയ്താലും ജനങ്ങൾക്ക് മുൻപിൽ അതെല്ലാം പ്രസാദകരമായിരുന്നു. They kept him in the higher places everywhere. അവർ എല്ലായിടത്തും അവനെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തി. But he was suffering in the prison even then. എന്നാൽ കാരാഗൃഹത്തിൽ അവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. That time ആ സമയത്ത് a miracle happened. ഒരു അത്ഭുതം സംഭവിച്ചു. God intervened in his troubles. ദൈവം അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവനെ As he രക്ഷിച്ചു. promised in John 16:33, you will go through tribulation. യോഹന്നാൻ 16:33 ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ നിങ്ങൾക്ക് But കഷ്ടമുണ്ട്. be of good cheer. I will be there to console you and comfort you and bring you out of all the tribulation. എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പം In the ഉണ്ടായിരിക്കും. same way, അതുപോലെ തന്നെ God brought him out of all the tribulations in a beautiful way. ദൈവം യോസേഫിനെ സകല കഷ്ടങ്ങളിൽ നിന്നും അതിമനോഹരമായ രീതിയിൽ വിടുവിച്ചു. He received victory from that wretched place, prison. ആ കാരാഗൃഹത്തിൽ യോസേഫിനെ വിജയം ലഭിച്ചു. I heard a story about a couple. ഒരു ദമ്പതികളെ കുറിച്ചുള്ള കഥ ഞാൻ കേട്ടിട്ടുണ്ട്. Both of them, as they got married, they decided to have a close walk with the Lord. അവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തോട് അടുത്ത് ജീവിക്കുമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. They were giving first place to God in everything they did. ജീവിതത്തിൽ സകല കാര്യങ്ങളിലും അവർ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. But in the midst of all those things, all the relatives were mocking at them. എന്നാൽ ആ സമയത്തും എല്ലാ ബന്ധുമിത്രാദികളും അവരെ പരിഹസിച്ചുകൊണ്ടിരുന്നു. Because they put their complete trust upon God all the time. കാരണം അവർ എപ്പോഴും ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചവരായിരുന്നു. They were rejected by the family members. കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും അവരെ തള്ളിക്കളഞ്ഞു. But these two people not only accepted Jesus as a savior, but also they received the love of God and the fruit of the Spirit, long suffering in their life. എന്നാൽ ഈ രണ്ടുപേർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്നേഹവും ദീർഘക്ഷമയും സ്വന്തമാക്കിയിരുന്നു. So both of them started praying unitedly. ആകയാൽ അവർ രണ്ടുപേരും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Yes, my friends, when you have some problem in your family life, do the same thing. അതെ സ്നേഹിതന്മാരെ, കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേ കാര്യം ചെയ്യുവിൻ. As husband and wife, unite your hearts together ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ നിങ്ങൾ ഏക ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. and kneel down and cry out to God. മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. Father, change the situation. പിതാവേ, ഈ സാഹചര്യത്തിന് മാറ്റം വരുത്തണം. Give understanding between our family ഞങ്ങൾക്കും members. കുടുംബാംഗങ്ങൾക്കും പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കണമേ. Give peace. ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. The Lord will surely hear your cry. തീർച്ചയായും ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കും. And the same thing happened in that family also. അതേ കാര്യം തന്നെ ആ കുടുംബത്തിലും സംഭവിച്ചു. As they were praying and praying for the salvation of the household people and the peace, the Lord supplied everything in a beautiful way. കുടുംബത്തിലെ അംഗങ്ങളുടെ രക്ഷയ്ക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എല്ലാം നിറവേറ്റി. For that he did one big thing. അതിനുവേണ്ടി ദൈവം ഒരു വലിയ കാര്യം ചെയ്തു. He blessed the woman and the man in the job. ദൈവം ജോലിയിൽ ആ സ്ത്രീയെയും പുരുഷനെയും അനുഗ്രഹിച്ചു. Both of them were promoted to great heights. അവർക്ക് രണ്ടുപേർക്കും പ്രൊമോഷൻ ലഭിച്ചു. അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തി. So financially they were shining. സാമ്പത്തികമായി അവർ ശോഭിച്ചുകൊണ്ടിരുന്നു. All the family members were looking at them. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. Not only that, God blessed them with a beautiful house. അത് മാത്രമല്ല, നല്ലൊരു വീട് നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. With car and other facilities. കാറും മറ്റ് സൗകര്യങ്ങളെല്ലാം നൽകി. When they saw all these things, they were really said,
this is marvelous. ഇതെല്ലാം കണ്ടപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ പറഞ്ഞു, ഇതെല്ലാം അത്ഭുതകരമായിരിക്കുന്നു. Because of their love towards God, God has blessed them abundantly like this. ദൈവത്തോടുള്ള അവരുടെ സ്നേഹം നിമിത്തം ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. Yes, my beloved brothers and sisters, same thing happened in the life of Joseph also. അതെ പ്രിയ സഹോദരങ്ങളെ, യോസേഫിന്റെ ജീവിതത്തിലും അതേ കാര്യം സംഭവിച്ചു. He was patiently bearing all the tribulation he was going through. അവൻ സകല കഷ്ടങ്ങളും വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. Then God started blessing him in a beautiful way. പിന്നീട് മനോഹരമായ രീതിയിൽ ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. So thirdly, what we should do, മൂന്നാമതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? if you read Ephesians chapter 4 verse 3, it says, walk worthy of the calling with which you are called with long suffering. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുവിൻ. As Joseph's life was a pleasing life before the Lord wanted to crown him with his glory and honor. ദൈവത്തിന്റെ മുൻപാകെ യോസേഫിന്റെ ജീവിതം പ്രസാദകരമായിരുന്നതുകൊണ്ട് തന്റെ മാനവും മഹത്വവും നൽകി യോസേഫിനെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. Yes, the same thing we read in Psalm 84 verse 11 also. സങ്കീർത്തനം 84:11 ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. The Lord will give grace and glory, no good thing will he withhold from those who walk uprightly. യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. Joseph also was blessed abundantly like this by the Lord. ഇതുപോലെ തന്നെ ദൈവത്താൽ യോസേഫും ജീവിതത്തിൽ അനുഗ്രഹീതനായി. He was crowned with his glory. തന്റെ മഹത്വമെന്ന കിരീടം ദൈവം യോസേഫിനെ ധരിപ്പിച്ചു. How it happened? എങ്ങനെയാണത് സംഭവിച്ചത്? God made him like that because of his pleasing nature and the long suffering nature he had in his life. അവന്റെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സ്വഭാവവും ദീർഘക്ഷമയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അപ്രകാരം അവനെ അനുഗ്രഹിച്ചത്. In a miraculous way, the Lord made him a big man in Egypt. അത്ഭുതകരമായ രീതിയിൽ മിസ്രൈമിൽ ദൈവം അവനെ ഉയർത്തി. He was the next to Pharaoh, the king of Egypt. മിസ്രൈം ദേശത്ത് രാജാവായിരുന്ന ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം യോസെഫിനായിരുന്നു. And he made his brothers and father come to him for food. ഒടുവിൽ ധാന്യത്തിനു വേണ്ടി അവന്റെ സഹോദരന്മാരും അവന്റെ പിതാവും അവന്റെ അടുക്കൽ In വരേണ്ടി the വന്നു. beginning they could not identify him. ആരംഭത്തിൽ അവർക്ക് അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. But Joseph was able to identify his brothers. എന്നാൽ യോസെഫിനെ തന്റെ സഹോദരന്മാരെ He തിരിച്ചറിയാനായി. cried within himself. അവൻ തന്റെ ഉള്ളിൽ നിലവിളിച്ചു. He could not control himself. അവന് സ്വയം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. But his brothers could not identify him. എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അവനെ They never thought തിരിച്ചറിയാനായില്ല. that he will be in such a great position. അത്രമാത്രം ഉയർന്ന പദവിയിൽ അവൻ എത്തിച്ചേരുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. But when they all came to know all about the blessings God has given to Joseph, they were thrilled. എന്നാൽ യോസേഫിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ എല്ലാവരും ആവേശഭരിതരായി. Another way, they were afraid to see him എന്നാൽ മറ്റൊരു വിധത്തിൽ അവനെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. because they have given him so much കാരണം problem. അത്രമാത്രം അവർ അവനെ ഉപദ്രവിച്ചിരുന്നു, Tribulation ക്ലേശിപ്പിച്ചിരുന്നു, made him suffer like anything. അവനെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു. All the brothers joined together and doing miserable things in his life. എല്ലാ സഹോദരങ്ങളും ഒത്തുചേർന്ന് നിരവധി ദുരിതങ്ങൾ അവന്റെ ജീവിതത്തിൽ വിതച്ചിരുന്നു. Joseph had long suffering all those days. അക്കാലത്തെല്ലാം യോസേഫിന് ദീർഘക്ഷമ ഉണ്ടായിരുന്നു. Because of that, he was raised to so much position by the Lord himself. അക്കാരണത്താൽ ദൈവം തന്നെ അവനെ അത്യുന്നതമായ പദവികളിലേക്ക് ഉയർത്തി. My friends, എന്റെ സ്നേഹിതന്മാരെ, are you going through troubles നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുകയാണ്. because of your family members, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിമിത്തം, because of the people who are working with you? നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ജനങ്ങൾ നിമിത്തം Look to Jesus. യേശുവിങ്കിലേക്ക് നോക്കുവിൻ. Possess the fruit of the Spirit, long suffering in your life, ജീവിതത്തിൽ ദീർഘക്ഷമായെന്ന പരിശുദ്ധാത്മ ഫലം സ്വന്തമാക്കുവിൻ. or patience in your life. ജീവിതത്തിൽ ക്ഷമയുള്ളവരായി Spend your time at the feet of God for those people who are making you suffer like that. നിങ്ങളെ ഉപദ്രവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിപ്പിൻ. Through the fruit of the long suffering, God will bless you also and give you honor everywhere you are going through trouble right now. ദീർഘക്ഷമായെന്ന പരിശുദ്ധാത്മ ഫലത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ സ്ഥലത്തും ദൈവം നിങ്ങളെ മാനിക്കും. If you read Psalm 84 verse 11, it says, the Lord will give grace and glory. No good thing will be withheld from those who walk uprightly.
നിങ്ങൾ സങ്കീർത്തനം 84:11 വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. In one place, two couples were united together and they were praying for that town. ഒരു സ്ഥലത്ത് രണ്ട് ദമ്പതികൾ ചേർന്ന് തങ്ങളുടെ പട്ടണത്തിനു വേണ്ടി ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. As you are given the grace of salvation to us, give everyone in this place your salvation, Father. That was their cry. പിതാവേ, ഈ സ്ഥലത്തുള്ള എല്ലാവർക്കും അങ്ങയുടെ രക്ഷ ദാനമായി നൽകണമേ എന്നതായിരുന്നു അവരുടെ But നിലവിളി. the people who were around them could not understand their love. എന്നാൽ അവർക്ക് ചുറ്റിലുമുള്ള ജനങ്ങൾക്ക് അവരുടെ സ്നേഹം തിരിച്ചറിയാനായില്ല. They gave them terrible time. അവർ അവരെ വളരെയധികം ഉപദ്രവിച്ചു. But God was watching them. എന്നാൽ ദൈവം അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. These people were fasting and praying for their family, ഈ പ്രിയപ്പെട്ടവർ കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് for പ്രാർത്ഥിക്കുകയായിരുന്നു, all the people who are around them. തങ്ങൾക്ക് ചുറ്റിലുമുള്ള എല്ലാവർക്കു വേണ്ടിയും. As they were praying with fasting and tears, the Lord changed everyone, completely transformed the whole place, and they were all saved and worked for the Lord along with them. ഇവർ കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ സ്ഥലത്തുള്ള എല്ലാവരെയും രൂപാന്തരപ്പെടുത്തി എല്ലാവരെയും രക്ഷിച്ചു. അവരും ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. Because of the true love of those couples, the Lord made the whole place as a heavenly place. ആ ദമ്പതികളുടെ യഥാർത്ഥ സ്നേഹം നിമിത്തം ദൈവം ആ സ്ഥലത്തെ മുഴുവൻ ഒരു സ്വർഗീയ സ്ഥലമാക്കി രൂപാന്തരപ്പെടുത്തി. In the same way, because of Joseph, because he had that long-suffering fruit of the Holy Spirit, the Lord made the whole family come under the shelter of Lord God Almighty. യോസേഫിൽ ദീർഘക്ഷമയെന്ന പരിശുദ്ധാത്മ ഫലം ഉണ്ടായിരുന്നതുകൊണ്ട് കുടുംബത്തിന് മുഴുവൻ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുവാൻ സാധിച്ചു. They were all blessed because of him. യോസേഫ് നിമിത്തം അവർ എല്ലാവരും അനുഗ്രഹീതരായി. Yes, my friends, the same thing will happen to you also when you possess the long-suffering fruit of the Holy Spirit. അതെ സ്നേഹിതന്മാരെ, ദീർഘക്ഷമ എന്ന പരിശുദ്ധാത്മ ഫലം നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഇതേ അനുഗ്രഹം നിങ്ങൾക്കും പ്രാപിക്കാനാകും. Your whole family will be saved. നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. Everyone will receive the love of God, and there will be a testimony before the world. കുടുംബത്തിലുള്ള എല്ലാവരും ദൈവസ്നേഹം സ്വന്തമാക്കും, ലോകത്തിനു മുൻപാകെ സാക്ഷികളായി മാറും. Ask for it. അതിനുവേണ്ടി യാചിക്കുവിൻ. Spend time at the feet of God and ask him, Lord, fill me with the fruit of the Holy Spirit, long suffering. കർത്താവേ, പരിശുദ്ധാത്മ ഫലത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവിൻ. Give me grace to shine before everybody എല്ലാവർക്കും മുൻപാകെയും ശോഭിക്കുവാൻ എനിക്ക് കൃപ നൽകണം. and to be a witness for the glory of the Lord. ദൈവനാമ മഹത്വത്തിനായി ഒരു സാക്ഷിയായി തീരുവാനും. യേശു വിളിക്കുന്നു ബിസിനസ് അനുഗ്രഹ പദ്ധതി. നിങ്ങളുടെ കടയുടെയും കച്ചവടത്തിന്റെയും തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും പേരും പ്രാർത്ഥനാപേക്ഷകളും നൽകിക്കൊണ്ട് നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുമ്പോൾ യേശു വിളിക്കുന്നു ശുശ്രൂഷയിൽ ഡോക്ടർ പോൾ ദിനകരനും കുടുംബാംഗങ്ങളും, യേശു വിളിക്കുന്നു പ്രാർത്ഥനാ പടയാളികളും നിങ്ങളുടെ ഉപജീവന മാർഗത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി ഓരോ ദിവസവും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതാണ്. ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ തൊഴിലിന്റെയും കച്ചവടത്തിന്റെയും സകല ആവശ്യങ്ങളും നിറവേറ്റും. മാത്രമല്ല, ഇതിൽ ചേരുന്നതിലൂടെ നിങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നതിനാൽ തീർച്ചയായും അവർ പ്രാപിച്ച സകല അനുഗ്രഹവും നിങ്ങൾക്ക് സ്വന്തമാകും. ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേരുന്നതിന് www.jesuscalls.org എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള പ്രാർത്ഥനാ ഗോപുരം സന്ദർശിക്കുവിൻ. ബിസിനസ് അനുഗ്രഹ പദ്ധതിയിൽ നിങ്ങളുടെ ബിസിനസ് യേശുവിന്റെ അനുഗ്രഹീത കരങ്ങളിൽ സുരക്ഷിതമാണ്.